തുറക്കുന്നില്ല, പൂട്ടിയേക്കുവാ. എന്തോ ചെയ്യും? ഓട് വിളിക്കാം. എന്നാ പിന്നെ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയി പൊളിക്കാം. ഞാൻ ഒറ്റയ്ക്ക്. വല്ല പ്രേതം വന്നാലും. നിന്നെക്കാളും വലിയ പ്രേതമുണ്ടോ? നീ ഇവിടെ നില്ലേ, ഞാനിപ്പോൾ വരാം. ഇത് കേരളമുള്ള വഴി എവിടെ? അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് പൊളിക്കണം. പുല്ലിത് കേറാനേ പറ്റുന്നില്ല. എന്താടാ? അയ്യോ കുടുംബിപ്പ് ശരിക്കും കുടുംബായ അവസ്ഥയാണല്ലോ. ഈ കള്ളന്മാരൊക്കെ എങ്ങനെ ഇതിന്റെ മുന്നിലേക്ക് വലിഞ്ഞു കയറുന്നേ? എന്താ ഇത്? അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ എൻ്റെ സഹായം ആവശ്യം വരും. ഇതുവഴി ഇവൻ എങ്ങനെ കയറിയ? എന്താ സൗണ്ട് കേൾക്കുന്നേ? ആരത്? അയ്യോ, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. മിണ്ടാതിരടാ, മൈക്ക് ഒഴുങ്ങി. എന്താണ് എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ? കുക്കുവിനെ ആരോ കെട്ടിയിട്ടേക്കുന്നതാ. കണ്ടിട്ട് ഭ്രാന്തനെ BDSM ചെയ്ത പോലെ ഉണ്ടല്ലോ. എന്തോ പറ്റി? കോക്കറി കാണിക്കാതെ കാര്യം പറയടാ. കയ്യിന്ന് വിറ. അവളുടെ ചേട്ടൻ എന്നെ പിടിച്ച് അടിച്ചു പോകാൻ കരുതി ഇവിടെ കൊണ്ട് കെട്ടിയിട്ട്. അതവളുടെ ചേട്ടനല്ല, വട്ടനാ. ഉറങ്ങാൻ പറ്റിയ സമയം എണ്ണിക്കണം. ഇതാരാ ചൂരവടി പിടിച്ച് നിൽക്കുന്നേ? കണക്ക് മാഷാന്നോ? ഇതാരിത്? അവന്റെ വടി കണ്ടാ അറിയാം, അടി കിട്ടും ഉറപ്പാ. നീ വെളിയിലോട്ട് പുറത്തിറങ്ങാൻ അറിയും. ഒന്നും വ്യക്തമാവുന്നില്ലല്ലോ. ഇയാളാരാ കുടുംബേ? കണ്ടിട്ട് ആരായിട്ട് തോന്നുന്നു? കണ്ടിട്ട് പപ്പു പറഞ്ഞ ഭ്രാന്തനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ആരടാ നീയൊക്കെ? ഞാൻ കണ്ണാപ്പി. ഞങ്ങള് അഞ്ജലിയുടെ ഫ്രണ്ട്സ് അമ്മാവാ. ചേട്ടാ സത്യം പറയടാ, നീയൊക്കെ എന്നെ കൊണ്ടുപോകാമെന്നല്ലേ? ടെലിസ്കോപ്പാ? ഈ നിഷ്കളങ്കമായ മോന്ത കണ്ടിട്ട് ഞങ്ങൾ ക്രൂരന്മാരാൻ തോന്നുന്നുണ്ടോ പ്രാന്തമ്മ? അയ്യോ അല്ല. വട്ടൻ ചേട്ടനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സത്യം. പിന്നെന്താടാ ഇവിടെ? പറഞ്ഞു കൊടുക്കടാ, വെടിവെക്കാൻ വന്നാന്ന്. ഞങ്ങള് ടെക്സ്റ്റ് വാങ്ങിയോണ്ട് വന്നത്. അതെ. അത് പറ. ഇതാദ്യം അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അല്ല പിന്നെ ഇയാള് പുസ്തക കച്ചവടക്കാരനാ? ആട്ടെ, നിങ്ങൾക്ക് ഏത് ബുക്കാ വേണ്ടേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. കുഴപ്പമായോ? എന്നാ മാറ്റി പറയട്ടെ. ബയോളജി, കെമിസ്ട്രി. എടാ ഏതേലും ഒരെണ്ണം ഉറപ്പിക്കടാ. നീയൊക്കെ കളിക്കണോ? ഞങ്ങളല്ലാതെ അവനാ കളിക്കാൻ കയറിയേ. അയ്യോ ഞങ്ങള് ശരിക്കും ടെക്സ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയത് ചേട്ടാ. വീട് മാറിപ്പോയി. ഇത് അഞ്ജലിയുടെ വീടല്ല, ഇത് അവളെ ചേട്ടനും അല്ല, ഇതേതോ തലയ്ക്ക് വെളിവില്ലാത്ത ഭ്രാന്തനാണ്. ഈ കുണുകുണ സംസാരിക്കുന്ന അലമ്പൻസ് വിളിക്കാനാണോ? അയ്യോ ചേട്ടാ, ശരിക്കും ആള് വീട് മാറിപ്പോയതാ. ഞങ്ങള് ശരിക്കും അഞ്ജലിയുടെ വീടാന്ന് പറഞ്ഞ് ഇവിടെ കയറിയതാ. ബാപ്പാക്കണം. എന്തോന്ന് കാല് തുറ തെറ്റി. ചേട്ടാ കൈ കെട്ടിയിട്ടേക്കുന്നത് ഈ കാല് കയ്യാതെ വിചാരിച്ചു. ഒന്ന് അഴിച്ചുവിടെ ചേട്ടാ. അയച്ചുവിടണ്ണ. ഇതെന്റെ വീടാ. ഇവിടെ നിന്നൊരുത്തിനും മര്യാദയ്ക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. എന്റെ പൊന്നു ഭ്രാന്തണ്ണ, ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഉത്തരവാദിത്തമില്ല. എല്ലാത്തിനും കാരണം ഇവനാണ്. ഇവനെ പിടിച്ച് കെട്ടിയിട്. ചെറ്റേ അതെന്താ ഭിത്തിയിലൊരു തൊട? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്റെയൊക്കെ ഓരോ നീക്കവും ഞാൻ അറിയും. എൻ്റെ ഈ പൈപ്പ് കണ്ണുകളെ ഭേദിച്ചുകൊണ്ട് ഇവിടെ ഒരു കാക്കയും പറക്കൂല. ധൈര്യമുണ്ട് എന്നെ ഓടിച്ചിട്ട് വിളിയാ. നിങ്ങൾ എവിടെ ഇരിക്കും? ഞാൻ വക്കീലായിട്ട് വരാം. ശിവനെ എതുപിടിയായിരുന്നു അകത്ത് കയറിയത്? പുറത്തേക്കുള്ള വഴിയോട്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പറ്റി ആരും കണ്ടില്ല. പേടിപ്പിക്കല്ലേ? അയ്യോ ഞാൻ പോയിട്ട് നാളെ വരാം. ഞാനും വരാം. പിടിച്ചു വെള്ളരിക്ക പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നറിയാവോ? ഇല്ല.
വെള്ളം അയ്യോ Catch it. അല്ല വെള്ളരിക്ക Catch it, yeah. ഭ്രാന്തേട്ടാ എനിക്ക് ഗുസ്തി പിടിച്ച് അറിഞ്ഞൂടാ കൈ പോയാ ഒരു മിനിറ്റ് ഗ്ലൗസ് ദാ, വെച്ചോ. ഇതെനിക്കെന്തിനാ ലൈറ്റർ ചേട്ടനോട് നിൽക്ക് ഞാൻ ബെറ്റാടും കൊണ്ട് ദാ, എന്നെ പ്രാന്തനാക്കരുത്. വരുന്നടാ. അഴിച്ചു കയറാന്നും പറഞ്ഞ കയ്യെ കടിക്കാതെ പട്ടി. വക്കീലിനെ കിട്ടിയില്ല ബെറ്റാടിനുണ്ട് എന്നാ പിന്നെ നീ അടി. ആ എടാ നിന്നോട് അഴിക്കാനാണ് പറഞ്ഞത്. ഓ ഇത് എത്ര അഴിച്ചിട്ടും തീരുന്നില്ലല്ലോടാ നീയൊക്കെ എവിടെ ഇരി, ഞാൻ പോയ അവനെ ഉണ്ടല്ലോ. സാധാരണ നിന്നെ വരത്തേലല്ലേ കെട്ടിയിടാറ് എന്റെ കൈ വിളിച്ചിട്ട് കൈ കെട്ടി കളിക്കുന്നു. ഇത് വെറൈറ്റി ആണെന്ന് കുട്ടിയാണ് ഈ കത്തിച്ച് കൊല്ലാൻ നോക്കുന്നതാ തീറി അല്ല നാറി. എന്നാ ഞാൻ അഴിച്ചു വിട്ടിട്ടില്ല ഇവൾക്ക് വേണോ? അങ്ങനെ അങ്ങ് പോയാലോ? നിനക്കെന്നെ അടിക്കണം അല്ലടാ. ഭാഗ്യം പൊട്ടിയില്ല. ഹായ് കമന്റലു. അണ്ണാ പിടിവണ പിടിവണ. അനിയുന്നില്ല വലിച്ചു എടാ പറിച്ചെടുക്കട്ടെ അണ്ണാ പിടിക്കില്ല പിടിക്കില്ല അണ്ണാ അണ്ണാ പൊട്ടി വരൂ. പിടിക്കല്ലേ. വലിച്ച് നോക്കട്ടെ. ഇയാൾക്ക് തുണിക്കച്ചവടമായിരുന്നു അത് പരിചയമില്ലാത്തൊരു നമ്പർ. അണ്ണാ പിടിക്കല്ലേ അണ്ണാ, ചെവി പറഞ്ഞു പോകും. പോട്ടെ, എന്റെ അല്ലല്ലോ നിന്റെ അല്ലേ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. എന്താ എടി എടി ഞങ്ങൾ വീട്ടിലാണ് കയറിയത്. ഒന്നും കൊള്ളുന്നില്ലല്ലോ അതിന് നീ ഏതാ? ആരാണോ? ഞാൻ നിന്റെ തന്തയാടി, തന്ത. ചെറുതായിട്ട് തലക്ക് എടി, എടി എടി കുക്കുവിനെ വിളിച്ചപ്പോ ഞങ്ങളും ഉണ്ടായിരുന്നു കൂടെ. അയ്യോ നിങ്ങൾ കറക്റ്റ് ഇപ്പൊ എവിടാ? എടി രക്ഷപ്പെടുത്തടി. ഓടിക്കോ ഓടിക്കോ. എന്നെ കൊണ്ടുപോകണം കുറച്ചോ പറ്റില്ല. ഇവന്മാരെന്നെ ഇവിടെ നിന്ന് ഇറക്കും. ക്ലാപ്പന്മാര് എന്താ മിന്നലോ എല്ലാത്തിനും കാരണം നീയാണ്. ആടാ ഞാനാടാ നിന്റെ കൊച്ചാപ്പടി. പിന്നെ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ പോ 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 അയ്യോ ഭ്രാന്തേട്ടാ, എന്നോട് ചെയ്യല്ലേ. തലയിൽ തട്ടിയ പോലെ സോറി അതിനെ പറ്റിയ വരാൻ മാവന്റെ മോനിങ് വന്നേ ഈ കാലന്മാരിത് ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വന്നപ്പോ ഇതിന് ഇത്ര പൊക്കമില്ലായിരുന്നല്ലോ. എന്തിനാണോ ഇത്ര പൊക്കം വെച്ചേക്കുന്നത്? കുക്കു നിന്റെ വണ്ടി നിന്റെ കുണ്ടി. എനിക്ക് വണ്ടി കിട്ടിയൊന്നും വേണ്ടായേ. കിണ്ടി എനിക്കും വേണ്ട. ഇവനെ കൊണ്ട് ഓടണ പട്ടി. നിക്കടാ അവിടെ. ആഹാ എടി ഇങ്ങനെയാണ് വഴി പറഞ്ഞ കൊണ്ട പ്രാന്തന്റെ വീട്ടിലോടാണ് അടി വിളിച്ചു കയറ്റുന്നത്. വലതേതാ ഇടതേതാന്നറിയാതെ അവന്റെ വീട്ടിലോട്ട് കയറിപ്പോയി. നീ ആടാ പൊട്ടൻ. ഞാൻ പോയി അടിച്ച കെട്ടും പോയി. ഇതേതാ അഞ്ജലി തന്നെ? എന്റെ ഫോൺ. ആ അടുത്തത് എടാ നീ വിട്ടുപിടിക്കാനുള്ള പരിപാടി നോക്കി. ഏത് ഫോൺ? ആരുടെ? നിന്റെയോ? ആ എന്റെ ഫോൺ. ഏത്? നമ്മൾ ചാറ്റ് ചെയ്യുന്നു. ആ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. എടാ കക്കടാച്ചി മുക്ക, നീ അത് എവിടാടാ കൊണ്ട് കളഞ്ഞത്? ഇവരുടെ അടുത്ത് എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പ്ലാനാണ്. എന്റെ സംശയം ഈ അഞ്ജലി ഏതാ? ഏതവനെ കൊണ്ട് തോറ്റല്ലോ. എടാ മര്യാദക്ക് പോയി ആ ഫോൺ എടുത്തോണ്ട് വന്നു. എന്റെ ഫോൺ പോയി നിനക്കെന്താ? എടാ നമ്മുടെ ഫോട്ടോസ് അതിനകത്തല്ലേ ഉള്ളേ? അയ്യോ അയ്യോ എനിക്കങ്ങ് വൈകി. ഞാൻ വാർത്ത എടുത്തോട്ട് കയറിച്ചല്ലേ. അപ്പൊ എന്റെ ഫോട്ടോസ്